മഴയുള്ള പ്രഭാതത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി ഓലിയിൽ മഴയായിരുന്നു. രാവിലെ 7:30-ക്കാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. വഴിയിൽ രാവിലെ മോർണിംഗ് എക്സർസൈസിന് വന്ന മിലിറ്ററി ജവാന്മാരെ കടന്ന് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നത് കൊണ്ട് പോകുന്ന വഴിക്കൊക്കെ മൂടൽമഞ്ഞുണ്ട്. ഓലിയിൽ ഇപ്രാവശ്യം ചൂട് വളരെ കൂടുതലായിരുന്നു. രാവിലെ മഞ്ഞിനെ കൂടാതെ മഴമേഘങ്ങളും ഞങ്ങളുടെ കൂടെയുണ്ട്. ഒരുപക്ഷെ കൂടുതൽ മഴ ഇന്ന് കാണുമായിരിക്കും. ഓലിയിൽ നിന്നും ജോഷിമഠിലെത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഷെയർഡ് ജീപ്പിലാണ് ഞങ്ങൾ ബദ്രീനാഥിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ജോഷിമഠിലെത്തിയിരിക്കുകയാണ്. ജോഷിമഠിലെ ടാക്സി സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് 150 രൂപ കൊടുത്താൽ നമുക്ക് ഒരു ഷെയർഡ് ജീപ്പിൽ കയറി ബദ്രീനാഥിലെത്താം. മഴ സമയമായതുകൊണ്ട് കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ ഇപ്പോൾ ബദ്രീനാഥിന് പോകുവാനുള്ളൂ. ബദ്രീനാഥിന് പോകാനുള്ള 1-2 സന്യാസിമാർ. ഞങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ ജീപ്പ് യാത്ര പോകുവാൻ റെഡിയായി കഴിഞ്ഞു. അതിൽ നിറയെ സന്യാസിമാരാണ്. ഞങ്ങളുടെ ജീപ്പ് ഫുള്ളായതോടെ ഞങ്ങളും യാത്ര തുടങ്ങി. ഏതാണ്ട് 1.5 തൊട്ട് 2 മണിക്കൂർ സമയമെടുക്കും ജോഷിമഠിൽ നിന്നും ബദ്രീനാഥിലെത്താൻ. 45 കിലോമീറ്റർ ദൂരമുണ്ട് ജോഷിമഠിൽ നിന്നും ബദ്രീനാഥിലേക്ക്. വഴിനീളെ ധാരാളം കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതൊക്കെ യാത്രയുടെ ഭംഗിയെ കുറച്ചേറെ ബാധിക്കുന്നുണ്ട്. വളരെ ലോലമായ പരിസ്ഥിതിയാണ് ഹിമാലയത്തിനുള്ളത്. മഴക്കാലത്തെ ഭൂമി ഇടിച്ചിൽ ഇവിടെ സാധാരണമാണ്. നല്ല പരിചയമുള്ള ഡ്രൈവർമാർക്ക് മാത്രമേ ഹിമാലയത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റുകയുള്ളൂ. ഞങ്ങളുടെ ജീപ്പിൽ ഡ്രൈവറിനെ കൂടാതെ ഒരു ഹെൽപ്പറുമുണ്ട്. (2022-ലും 2023-ലും ജോഷിമഠിലും പരിസര പ്രദേശങ്ങളിലും ഭൂമി ഇടിഞ്ഞു താഴുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ധാരാളം എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ് ജോഷിമഠിന്റെ മേഖലയിൽ നടക്കുന്നുണ്ട്. അതുതന്നെ ഭൂമി ഇടിയാനുള്ള ഒരു മെയിൻ കാരണമായിട്ട് മാറിയിരിക്കുന്നു. നമ്മൾ ജോഷിമഠ് വിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോഴേക്കും കാഴ്ചകൾ മാറി തുടങ്ങി. ഹിമാലയം തന്റെ പൂർണ്ണ ഭംഗിയിൽ നമ്മുടെ മുന്നിൽ പതുക്കെ പതുക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. മെയ് മാസം തൊട്ട് നവംബർ മാസം വരെയാണ് ബദ്രീനാഥ് സന്ദർശിക്കുവാൻ പറ്റിയ സമയം. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ബദ്രീനാഥും പരിസരങ്ങളും മഞ്ഞിടിയിലായിരിക്കും. ശിശിരകാലത്ത് ബദ്രീനാഥിലെ മൂർത്തിയെ ജോഷിമഠിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് പതിവ്. അഴിച്ചുവിട്ട പഞ്ഞിക്കഷങ്ങൾ പോലെ മേഘത്തുണ്ടുകൾ ഇങ്ങനെ പറന്നു കിടക്കുന്നു. ബദ്രീനാഥിലേക്കുള്ള റോഡുകൾ നല്ല വീതിയുള്ളതായതുകൊണ്ട് ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകളാണ് സീസൺ സമയത്ത് ഇവിടെ വരുന്നത്. ഇതുകൊണ്ട് തന്നെ ധാരാളം ആക്സിഡന്റുകളും ഈ വഴി ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഹിമാലയത്തിലുണ്ടാകുന്ന ആക്സിഡന്റുകളെല്ലാം വളരെ അപകടം പിടിച്ചതാണ്. മിക്കവാറും ഒരു സൈഡിൽ നദിയായിരിക്കും നമ്മുടെ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിഡന്റ് ഉണ്ടായാൽ നമ്മൾ മിക്കവാറും നദിയിൽ തന്നെ ചെന്ന് പതിക്കും.
പലരും പർവ്വതങ്ങളെ തങ്ങളുടെ ഡ്രൈവിംഗ് സ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള സ്ഥലമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ ഈ ഭാഗത്ത് വളരെയധികം ഉണ്ടാകുന്നത്. യാത്രയിൽ ഇങ്ങനെ ഉയരം കൂടുന്നതനുസരിച്ചിട്ട് പർവ്വതങ്ങളുടെ പച്ചപ്പൊക്കെ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായി തുടങ്ങി. നമ്മളങ്ങനെ വിഷ്ണുപ്രയാഗിലേക്ക് എത്തുകയാണ്. ഇതുവരെ നമ്മുടെ ഇടതുവശത്തുകൂടെ ഒഴുകിയിരുന്ന അളകനന്ദ നദി ഇപ്പോൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വലതുഭാഗത്തൂടെ ആയിരിക്കും ഒഴുകുന്നത്. അളകനന്ദ നദി നമ്മുടെ കൂടെ ബദ്രിനാഥ് വരെയുണ്ട്. നാരദമുനി തപസ്സനുഷ്ഠിച്ചിട്ട് വിഷ്ണു ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത് വിഷ്ണുപ്രയാഗിൽ വെച്ചാണെന്നാണ് വിശ്വാസം. ധോളിഗംഗ അളകനന്ദയിൽ ചേരുന്നത് വിഷ്ണുപ്രയാഗിൽ വെച്ചാണ്. നമ്മളിപ്പോൾ വിഷ്ണുപ്രയാഗ് ക്രോസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ വലതുഭാഗത്തായിരുന്ന അളകനന്ദ പിന്നെയും ഇടതുഭാഗത്തൂടെ ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. ഇൻഡോ ടിബറ്റൻ ബോർഡറിലുള്ള സതോപന്ത് തടാകത്തിൽ നിന്നുമാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത്. ഋഷികേശിന് അടുത്തുള്ള ദേവപ്രയാഗിൽ വെച്ചിട്ട് അളകനന്ദ ഭാഗീരഥിയോട് ചേർന്നിട്ട് ഗംഗ എന്ന പുതിയ നദി ഉത്ഭവിക്കുന്നു. ഗംഗ ഭാരതത്തിലെ ഏറ്റവും പുണ്യമായ നദികളിലൊന്നാണല്ലോ. തണുപ്പ് കാലത്ത് നമ്മളീ പോകുന്ന വഴികളിലൊക്കെയും നല്ല കട്ടിയുള്ള മഞ്ഞായിരിക്കും. ബദ്രിനാഥിലേക്ക് കാൽനടയായി പോകുന്ന സന്യാസികളെയും ഞങ്ങൾ പലയിടത്തും വെച്ച് കണ്ടു. കാലാവസ്ഥാ വ്യതിയാനം ഹിമാലയൻ പർവ്വതങ്ങളെയും ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഴയത്ത് ഇങ്ങോട്ടുള്ള യാത്ര മാറ്റിവെക്കുകയാണ് നല്ലത്. മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവുമൊക്കെ മഴക്കാലത്ത് ഹിമാലയത്തിൽ പതിവായി മാറിയിരിക്കുന്നു. വളരെ കരുതലോടെ നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെയും ഭൂമിയെയും കൊണ്ടു നടക്കാം. നമ്മളിപ്പോൾ ഒരു ബെയിലി പാലം കുറുകെ കിടക്കുകയാണ്. ഇങ്ങനെയുള്ള പാലങ്ങളാണ് ഹിമാലയത്തിൽ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ഹിമാലയത്തിലെ നന്ദാദേവി പർവ്വത ശൃംഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അളകനന്ദ പിന്നെയും നമ്മുടെ വലതുഭാഗത്ത് എത്തിയിരിക്കുന്നു.
ലോകത്തിലെ തന്നെ റിവർ റാഫ്റ്റിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല നദികളിൽ ഒന്നാണ് അളകനന്ദ. പതിമൂന്ന് ഹൈഡ്രോ ഇലക്ട്രിക് ഡാമുകളാണ് ഇപ്പോൾ അളകനന്ദയിലുള്ളത്. പുതിയതായി 23 ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു ഭീഷണി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ വിജനമായി കാണുന്ന ഈ പാതയിലൊക്കെ സീസൺ സമയത്ത് ഭയങ്കര ട്രാഫിക്കാണ്. ആ സമയത്ത് ചിലപ്പോൾ മണിക്കൂറുകളോളം നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ വിട്ടുപോകും. നമ്മളിപ്പോൾ ഗോവിന്ദ് ഘാട്ട് എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് 25 കിലോമീറ്റർ ഉണ്ട് ബദ്രീനാഥിലേക്ക്. ഗോവിന്ദ് ഘാട്ടിൽ നിന്നുമാണ് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കും ഹേമകുണ്ട് സാഹിബിലേക്കും പോകുന്നത്. ഇവിടെ നിന്ന് 8 മണിക്കൂർ നടന്നിട്ട് വേണം നമുക്ക് ഗംഗേറി എന്ന സ്ഥലത്തെത്തുവാൻ. അവിടുന്ന് പിന്നെയും 6-7 മണിക്കൂറത്തെ യാത്രയുണ്ട് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക്. മഞ്ഞിനടിയിലാകുന്ന പുഷ്പങ്ങളൊക്കെ ചൂടുകാലത്ത് മഞ്ഞിന്റെ മറ നീക്കി പുറത്തു വരുന്നു. ഇത് കാണുവാൻ ധാരാളം സഞ്ചാരികൾ വാലി ഓഫ് ഫ്ലവേഴ്സിൽ എത്താറുണ്ട്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരാണ് ഇങ്ങോട്ടുള്ള വഴി വരുന്നത്. ഹേമകുണ്ട് സാഹിബ് സിഖ് മതസ്ഥരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഈ കാണുന്ന ബൈക്കേഴ്സൊക്കെ ഹേമകുണ്ട് സാഹിബിൽ പോയി തിരിച്ചു വരുന്നവരാണ്. യാത്ര ചെയ്ത് നമ്മളിപ്പോൾ ബദ്രീനാഥിനടുത്ത് എത്താറായി. പണ്ട് കാലത്ത് 100 കണക്കിന് കിലോമീറ്റർ നടന്നാണ് ബദ്രീനാഥിലേക്ക് തീർത്ഥാടകർ എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് മോട്ടോർ സൗകര്യങ്ങൾ ഇത്രയും വർദ്ധിച്ചതുകൊണ്ട് നടന്നു വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. വീതി കുറഞ്ഞ അപകടം പിടിച്ച വഴികളാണ് യാത്രയിൽ പലയിടത്തും. നമ്മളിപ്പോൾ ഹനുമാൻ ചട്ടിയിലെത്തിയിരിക്കുന്നു. ബദ്രീനാഥിലേക്ക് ഇവിടുന്ന് 11 കിലോമീറ്റർ ദൂരമുണ്ട്. ഓരോ പാലം കിടക്കുമ്പോഴും അളകനന്ദ നമ്മുടെ ഇടതുഭാഗത്തു നിന്ന് വലതുഭാഗത്തും വലതുഭാഗത്തു നിന്ന് ഇടതുഭാഗത്തുമായി മാറുന്നുണ്ട്. കുറച്ച് അപകടം പിടിച്ച വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഏത് സമയത്തും മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇവയൊക്കെ. ഇവിടെ റോഡിന്റെ സൈഡിൽ റീസ്ട്രെയിനേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ. പർവ്വതങ്ങളിൽ വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. ഏത് അപകടവും ഇവിടെ ഫേറ്റലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളും മേഘങ്ങളും പുഴയുമൊക്കെ ചേർന്നിട്ട് ഏതൊരു മനുഷ്യനെയും കവിയാക്കുന്ന ചുറ്റുപാടുകൾ. നമ്മളങ്ങനെ ബദ്രീനാഥിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ തിരക്കുള്ള ഈ വഴികളിലൊക്കെ ഇപ്പോൾ ഒട്ടും ആൾക്കാരില്ല. ഇതാണ് ബദ്രീനാഥിലെ ബസ് സ്റ്റാൻഡ്. ടാക്സികളും ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. ഡ്രൈവറിനോട് ബൈ ബൈ പറഞ്ഞിട്ട് ബദ്രീനാഥ് ക്ഷേത്രം തേടി ഞങ്ങൾ നടന്നു തുടങ്ങി. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ചൂടുപാൽ വിൽക്കുന്ന ഇയാളിൽ നിന്നും ഒരു ഗ്ലാസ് പാല് വാങ്ങി ഞാൻ കുടിച്ചു. തണുപ്പിനെ അകറ്റാൻ ചൂടുപാലും അതിൻ്റെ കൂടെ ഇച്ചിരി ബട്ടറും. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ രണ്ടു വശവും ചെറിയ ചെറിയ കടകളാണ്. പ്രത്യേകിച്ചും ക്ഷേത്രത്തിന് ആവശ്യമുള്ള പൂജാദ്രവ്യങ്ങളും മറ്റുമാണ് ഈ കടകളിൽ വിൽക്കുന്നത്. കുറച്ചകലെ കാണുന്നതാണ് ബദ്രീനാഥ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിലോട്ട് നമുക്ക് പോകാം. രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള സന്ദർശകരെയും നമുക്ക് ബദ്രീനാഥിൽ കാണാൻ കഴിയും. ഇതാ ഇവിടെ സന്ദർശകർ തിരക്കില്ലാത്തതുകൊണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് കുറെ ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. മുൻകൂറായി ഇ പാസ് എടുത്തിട്ട് വേണം ബദ്രീനാഥിൽ ക്ഷേത്രം സന്ദർശിക്കുവാൻ നമുക്ക് എത്തേണ്ടത്. ക്ഷേത്രത്തിൻ്റെ പുറത്തെ കാഴ്ചകൾ കണ്ടിട്ട് കുറേയൊക്കെ ക്യാമറ കണ്ണിൽ പകർത്തി ഞങ്ങൾ ബദ്രീനാഥ് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി. ബദ്രീനാഥിൽ നിന്നും മാനയിലേക്കും അവിടെ നിന്നും വസുധാര ഫാൾസിലേക്ക് നടത്തിയ ട്രക്കിങ്ങിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞാൻ മടങ്ങി വരാം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.